ഗായ്സ് വി ആർ ലോറ്റ് പൊൻസിനോട് പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. ഞാനല്ല, ഞങ്ങൾ എല്ലാവരും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. എല്ലാവരും ഉണ്ട് കേട്ടോ, തത്തമ്മ ചേച്ചി പിള്ളേർ എല്ലാവരും ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്യാൻ പോകുകയാണ് ഗായ്സ്. അതിന്റെ സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ട് എൻ്റെ ഫേസിൽ. കാര്യം ഇത്രയും വർഷം അതിങ്ങനെ മുടങ്ങി ഓരോരോ കാര്യങ്ങൾ കാരണം ഇങ്ങനെ മുടങ്ങി കിടക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ഈ വർഷം എനിക്ക് അതിലോട്ട് കാലെടുത്ത് വെക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഞാൻ രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. എവിടെയാണ് എന്താണെന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉണ്ടാവും, എനിക്കറിയാൻ പറ്റും. അപ്പോൾ പോവാനായിട്ട് ഒരുങ്ങി ബാക്കിയെല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി ഹെയറും കൂടെ കെട്ടിയാൽ മതി കേട്ടോ. ഹെയർ ഞാൻ പൊട്ടിയിലൊക്കെ കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. കാര്യം 2 വീലറിൽ പോകുന്നതുകൊണ്ട് കാറ്റടിച്ച് ജടയാവും, പൊട്ടിയൊക്കെ പോകട്ടെ. അപ്പോൾ അതുകൊണ്ട് പൊട്ടിയിലൊക്കെ കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോയിലിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പം നേരെ വീഡിയോയിലിട്ട് പോയാലോ. ബൈ. എൻ്റെ കന്നിയോട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. മനസ്സിൽ ഇതുവരെ ഒരു ഇത് വന്നിട്ടില്ല, ആർക്ക് ചെയ്യണം. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒക്കെ തുടച്ചു. എൻ്റെ കാർഡ് കണ്ടപ്പോഴാണ് എനിക്ക് വിഷമമായത്. നല്ല രസമുണ്ട് കേട്ടോ. ഈ കടലാസ് ചെടി കാണാനായിട്ട് നല്ല ഭംഗി കേട്ടോ. വെച്ച് നടന്നു പോകുന്ന എനിക്ക് കൂടെ എന്ത് രസമല്ലേ. വിച്ചൂസൊക്കെ പഠിച്ച സ്കൂളാണേ. വാവ്, എൻ്റെ അടുത്ത് 2 ഫോട്ടോ എടുക്കണം കേട്ടോ. നല്ല ഭംഗി. ഇവിടെ മീൻ വളർത്താനായിട്ടുള്ള കുളമൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞിത് അതുകൊണ്ടൊക്കെ എൻ്റെ കിളികളെ വളർത്താനായിട്ടുള്ളത്. പക്ഷെ കിളികളൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ ചെത്തുപോയത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് കേട്ടോ വിച്ചൂസ് പഠിച്ച സ്കൂളിൻ്റെ പേര്. LP സ്കൂൾ. കൊള്ളാം, മൊത്തത്തിൽ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. ഇനി വിച്ചു വന്നിട്ട് നമുക്ക് കയറാട്ടോ. അപ്പോഴത്തേക്ക് തിരക്കാവും തോന്നുന്നുണ്ട്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല എന്നിട്ടോ. വിച്ചു പോയിന്ന് തോന്നുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പോയിച്ചു വരട്ടെ. കുറച്ച് പൂവാണ് പിടിച്ചത് ഇവിടെ. നമ്മൾ സ്ലിപ്പ് എടുക്കാൻ മറന്നല്ല, വീട്ടിൽ ചെല്ലുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വോട്ടർ ID മാത്രം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് വിച്ചു ഇതെൻ്റെ റിട്ടേൺ പൊക്കോണ്ടിരിക്കുക വീട്ടിൽ നിന്ന്. സ്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വിച്ചു വന്നിട്ട് വേണം നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി കയറാം. വിച്ചൂസ് പഠിച്ച് കളിച്ച് വളർന്ന സ്കൂളാണ് കേട്ടോ ഇത്. വിച്ചൂസിന് ഒരുപാട് മെമ്മറീസ്, ഒരുപാട് ലൈനുകൾ ഒക്കെയുള്ള മെമ്മറീസ് ഒക്കെയുള്ള സ്ഥലമായിരിക്കും. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസം. വാവ്, കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു കൈസ്. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. അത്രയ്ക്കും ഭംഗി കാണാനായിട്ട്. നല്ല ചെടികളൊക്കെ കൊണ്ട് നല്ല സൂപ്പറായിട്ട്. സ്കൂളിൻ്റെ ബോർഡൊന്നും കാണാൻ വയ്യ, കാര്യം മൊത്തം ചെടിയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഫസ്റ്റ് എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കൈസ്. കാര്യം എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്ത് ചെയ്യണതേന്. അപ്പം വിച്ചും പറഞ്ഞു തന്നു, വേറെ ചേച്ചിയും പറഞ്ഞൊക്കെ തന്നെ എന്ത് ചെയ്യണം, സൗണ്ട് കിട്ടേ വരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനോട് ഇത് ചെയ്തോന്ന് ചേച്ചി പറഞ്ഞു. മാക്സിമം ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അറിയിട്ടെന്ന് ചേച്ചി. അങ്ങനെ എന്റെ ഫസ്റ്റ് വോട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. പഞ്ചായത്ത് വോട്ട് ഉണ്ടായില്ലല്ലോ. ഇല്ലല്ലോ, എനിക്ക് ഐഡന്റി കാർഡിൽ തകരാറ് പറ്റി. അങ്ങനെ ഇത്രയും വർഷം പോയത്. ഇത് അവസാനം റെഡിയാക്കി തന്നത്. അഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പൊ അത് കൊറേ താമസം ഉണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് റെഡിയാക്കി തന്നത് നമ്മുടെ ടെക്നോളജി ടീച്ചറാണ് കേട്ടോ. ജാനിക്കുട്ടിയുടെ ടീച്ചറാണ് അംഗൻവാടിയിലെ. അപ്പം ഞാൻ കന്നി ഓട്ടയ്ക്ക് ചെയ്തു. ഇനി നേരെ വീട്ടിലോട്ട് പോവാണ്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കായിരിക്കുന്നൊക്കെയാണ്, പക്ഷെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മള് സ്ലിപ്പ് എടുത്തിട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് ഇതിനു മുമ്പ് പോവായിരുന്നു. അതെ, സ്ലിപ്പ് എടുത്തില്ല, അതുകൊണ്ട് ഇത് വൈകി. ഞങ്ങളൊക്കെ പഠിച്ചോണ്ടിരുന്ന നടന്നപ്പോ ഇത് ചെറിയ മരമായിരുന്നേ. അത്രേ ഹൈറ്റ് ഉണ്ടായുള്ളൂ. ഇപ്പൊ വളർന്ന് പടർന്നു അല്ലേ. എലിനിയും അതെ, അതിന്റെ അത്രയും തന്നെ ഉണ്ടായുള്ളൂ. എലിനിയും വളർന്നു. രസാട്ടോ വെച്ച് നിങ്ങളുടെ സ്കൂള് കാണാട്ടെ. എന്ത് ഭംഗിയാ. നമുക്ക് ഞങ്ങ പഠിക്കുമ്പോ ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പഴത് ഇങ്ങനെയായ നല്ല ഭംഗിയായിട്ട്. കിളിക്കൂടുണ്ട്, അതുകൊണ്ട് മീനിന്റെ കുറെ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, കാര്യം പോലീസുകാരുണ്ട്. വെറുതെ ഇടിപിടിക്കേണ്ട ആവശ്യം. ഞങ്ങള് ഈ തിണ്ടുണ്ടായിരുന്നില്ല, മനസ്സിലായോ? തിണ്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കുറെ, അതായത് തിണ്ണേന്ന് നിലത്തോട്ട് ഇറങ്ങാനായിട്ട് കുറെ ഇത്രയും ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടായിരുന്നു. നിലത്തേക്ക് മണ്ണിട്ട് പൊക്കിയതാ. ഞാന്
ടൂ വീലർ ഓടിച്ച് പഠിച്ചത് ആ അറ്റത്തുനിന്ന് അമ്പലത്തിന്റെ ആ അറ്റത്ത് പോകും, അവിടെ നിന്ന് കറങ്ങി ഇങ്ങനെ പോകും. ഞാൻ ഇവിടെ ഇട്ടാട്ടോ വണ്ടി ഓടിച്ചു. പക്ഷെ എന്റെ പഠിത്തം കഴിഞ്ഞോടുകൂടി ഇവിടെ അടച്ചു. എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ അടച്ചു. കാര്യം ഒത്തിരി ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് എന്താ വണ്ടി ഓടിക്കുന്ന ഗ്രൗണ്ട് ആക്കി എടുത്തത് അതുകൊണ്ട് ആയിരിക്കാം, അമ്പലത്തിന്റെ ഇതല്ലേ, അതുകൊണ്ട് ആയിരിക്കും എനിക്കറിയത്തില്ല. എന്തായാലും അവരിപ്പോ അടച്ചു കേട്ടോ. നമ്മള് വീട്ടിലോട്ട് ചേച്ചിക്ക് ഇന്ന് 11 മണിക്കാണ് ചേച്ചിക്ക് 11 മണിക്കാണ് ഡ്യൂട്ടി. നമുക്ക് കുറച്ചും കൂടെ വർക്ക് തീർക്കാനായിട്ടാണ്. ഞാനിപ്പം ഓക്കെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഹെവി ആയിട്ട് വർക്ക് എടുക്കുന്നില്ല. കാര്യം മാക്സിമം റെസ്റ്റ് കൊടുത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നൊരു 10-20 ബോളിലും കൂടെ വിട്ടാൽ ഈ ഓഫർ ടൈമിൽ എടുത്ത ഓർഡർ ഫുൾ കഴിഞ്ഞു. പിന്നെ ഓർഡർ എടുക്കാൻ വേണ്ടി കിടപ്പുണ്ട്. ഞാൻ പതുക്കെ എല്ലാവർക്കും റിപ്ലൈ തരാം. ഒറ്റയടിക്ക് തരാൻ എനിക്ക് പറ്റില്ല. കാര്യം റെസ്റ്റ് എടുത്ത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ബാലൻസ് വന്ന് ഞാൻ അമ്മാതിരി അവസ്ഥ കിടന്നതാണ്. എനിക്ക് ഞാൻ അങ്ങനെ കിടക്കാൻ താല്പര്യം. ഞാൻ ഒരാൾ കാണിച്ചു കണ്ടോളൂ. ഒറ്റ മൈന എവിടെയാണ് തെങ്ങ്? 1 2 3 4 5 6 7 8 9 10 11 12 14. എല്ലാവരും കാണുന്നവരെല്ലാവരും ഞാൻ 2 മൈനെ കണ്ടു. എന്നാലും നിങ്ങൾക്ക് അതിന്റെ അപ്പുറത്ത് തന്നെ ഉണ്ട്. ഒരിക്കലും ഒരു മൈന ഒറ്റയ്ക്ക് വരില്ല. അതിന്റെ എണ്ണ ഉണ്ടാവും കൂടെ. അതിന്റെ എണ്ണ ഉണ്ടാവും. അതിനെ നോടിപ്പിച്ച് കഴിഞ്ഞാൽ അതിന്റെ മറ്റേ സാധനം കൂടി പറഞ്ഞു പോകാനാണ്. 2 പേരും കൂടി പോവുള്ളൂ. ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് പോവാം. നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പോവാം. ഇനി ഓയിൽ പാക്ക് ചെയ്യണം. നമ്മളുടെ സ്ഥലം വരുന്നത് ചക്കാമ്പറമ്പാണ് കേട്ടോ. വോട്ട് ചെയ്യേണ്ട സ്ഥലം വന്നത്. അപ്പോൾ ഞങ്ങൾ പോകണ ഞങ്ങളുടെ അമ്പലമാണ്. ഇപ്രാവശ്യം ഉത്സവത്തിന് ഉണ്ടായിരുന്നില്ല. രാവിലെ വീട്ടില് കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അജിപ്പാപ്പന്റെ കടയിൽ വന്നിട്ട് ബ്രെഡ് മേടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. ബ്രെഡ് മേടിക്കാൻ വേണ്ടി പോരാ 2 കൂടി. കാണുന്നുണ്ടോ? അത്ര ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ. കുഴപ്പമില്ല. വീട്ടിൽ ചിക്കനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ബ്രെഡ് ആക്കാമെന്ന് വിചാരിച്ചു. ജാം കിട്ടിയില്ല അല്ലേ? 3 ഇന്ന് പട്ടിണിയായിരിക്കും. ജാം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 പട്ടിണി കിടക്കും. ചിക്കൻ കറി കൂട്ടി ചിലപ്പോൾ ജാനിക്കുട്ടി ഒന്നും കഴിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും അറിയില്ല. നമ്മൾ വേണ്ട നമ്മുടെ അജിപ്പാപ്പൻ്റെ കടയിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും മേടിക്കാറുള്ളത്. അവിടെ നേരെ വീട്ടിലോട്ട് പോവാട്ടോ. ഹലോ ഗൈസ്, എന്താണ് പരിപാടി? ഞാൻ എന്ത് എവിടെ തുടങ്ങണമേ എന്ന് ആലോചിക്കുക. എനിക്ക് ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റ് തരാനല്ലേ പറഞ്ഞോളൂ. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ചൂടാക്കട്ടെ കറിയൊക്കെ. എന്താണ് എവിടെയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ചിക്കൻ കറിയും ഇന്നലെ വെച്ച ചിക്കനാണ്. ചിക്കൻ കറിയും പിന്നെ ചിക്കൻ കറിയും നമ്മൾക്ക് നമ്മള് ഇതേക്കൂട്ട് മേടിച്ചിട്ടുണ്ട്. ബ്രെഡ് അച്ഛനും ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ബ്രെഡ് മേടിച്ചിട്ടുണ്ട്. രാവിലെ പോയപ്പോ അത് ശ്രദ്ധിച്ചില്ല. അവിടെ അപ്പുറത്ത് ചുരുട്ടി വെച്ചേക്കായിരുന്നു. 2 ബ്രെഡായി. കുഴപ്പമില്ല. ഒരെണ്ണം പൊട്ടിച്ചോണ്ടല്ലോ. കിച്ചൺ വന്നതുകൊണ്ട് ആവശ്യത്തിന് ഇടയാണ് കേട്ടോ. അതെ. അങ്ങോട്ടേക്ക് കയറണം കൂടി ഇല്ല. അപ്പുറത്തോട്ട് കയറില്ല. ഞാൻ പിന്നെ വൃത്തിയാക്കാൻ വേണ്ടി വൃത്തിയാക്കി ഞാൻ. കാര്യം വിഷു അല്ലേ, വിഷുവിന് മുമ്പായിട്ടെല്ലാം നല്ല നീറ്റ് ആക്കി. ആ കിച്ചൺ ഈ കിച്ചൺ ആക്കി. പക്ഷെ ഇത് കിടക്കാറില്ല ഗൈസ്. എപ്പോഴും ഇങ്ങനെ ഇവിടെ കുറച്ച് അലമ്പന്മാരുണ്ട്. അതുകൊണ്ട് കിടക്കാതെ. എനിക്കാണെങ്കിൽ മെന്റൽ വരും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൃത്തിക്കിടുന്നത്. പക്ഷെ ഈറ്റങ്ങൾ അതങ്ങനെ സമ്മതിക്കത്തില്ല. ഈറ്റങ്ങൾ ഭാര്യ അവിടെ നിന്ന് ഇതിനൊക്കെ വന്നിട്ട് ഇതൊക്കെ ഞാൻ ഇന്നലെ അടുക്കി വെച്ചിട്ട് പോയതാണ്. ഇപ്പൊ കിടക്കുന്ന നോക്കി. അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഓക്കെ. ബ്രെഡ് അല്ല ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെഡ് ഇടാം, കഴിക്കാം, തിന്നുക. എന്നിട്ട് നമുക്ക് ഓയിലിന്റെ വർക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. അകത്ത് അങ്കത്തട്ടാണ്. ജാനി നുള്ളി പാറു പിച്ചി അവര് ചവിട്ടി ഇവര് ചവിട്ടി 3 കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മുടെ കിളി പോകും കേട്ടോ. കാര്യം 3 ഞഞ്ഞാപിഞ്ഞ ടീംസ് ആയതുകൊണ്ട് എപ്പോഴും അതായിരിക്കും. അതുകൊണ്ട് അയ്യോ, ഇന്ന് വർക്കിന്റെ കാര്യം ആലോചിച്ചപ്പോഴാ ഇനി അത് കൊണ്ടുകൊടുക്കാൻ പോട്ടെ. ഇന്ന് തുറക്കോ? പിന്നെ ഇന്ന് എല്ലായിടത്തും എല്ലാം ഉണ്ടാവും. എനിക്കൊന്ന് അംഗൻവാടിയൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. മെയിൻ ടീച്ചർ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവും. എല്ലാം അത്യാവശ്യം എല്ലാം ഉണ്ടാവും. ഇന്നലെ സംഭവം നടന്നു കേട്ടോ. ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ടീച്ചർ വിളിച്ചിട്ട് വരുന്നേ, അമ്മു പായ്പതിക്ക് വയറുവേനയാ, അപ്പൊ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടോ. വിച്ചു പോയി കൊണ്ടുവന്നോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വയറുവേനയാന്ന് പറഞ്ഞ് നടന്നു കേട്ടോ. അപ്പൊ വയറുവേന എടുത്ത് കാണും. വയറുവേന പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ വയറുവേനയൊക്കെ മാറി. അപ്പൊ അമ്മ സീക്രട്ടായിട്ട് ചോദിച്ചു, പാറു എന്താ പറ്റി? അപ്പൊ പാറു പറയണേ, അതെ ജാനീനെ അംഗൻവാടിയുള്ള ആരെ പിച്ചങ്ങാണ്ട് ചെയ്തു, കുഞ്ഞു പിള്ളേരെ കണ്ട്. അപ്പൊ ജാനിക്ക് അത് വിഷമായി. ജാനി കരഞ്ഞു. ജാനി കരയുന്നുണ്ടപ്പോഴത്തേക്ക് ചേട്ടത്തേക്ക് അത് സഹിക്കാൻ പറ്റില്ല. ചേട്ടത്തി എന്തെങ്കിലും നൈസ്, അയ്യോ എനിക്ക് വയറുവേന എടുക്കുന്നേ, എന്റെ വീട്ടിൽ വിടും. ഇവളെ വിട്ടാ പാറുവിനെ വിട്ടാ അപ്പൊ ജാനി കയറി പോരാലോ. ബുദ്ധി നോക്കാണ് പിള്ളേരുടെ. ജാനി കരഞ്ഞപ്പോ എനിക്ക് വിഷമായി. അതാണ് കൊണ്ടുവന്നത്. അത് ഞങ്ങളിവിടെ വന്നതേ പറഞ്ഞു കേട്ടോ. അതായിരിക്കും എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അതിനായിരിക്കും. അപ്പൊ ടീച്ചർ വിളിച്ചിട്ട് വയറുവേന നമ്മള് മേടിച്ചു പോയി. കൊച്ചിന് എന്ത് പറ്റി ദൈവമേ. വന്നപ്പോ ആള് ഭയങ്കര വിച്ചു പറയണേ, ജാനി എന്തിനു ജാനിനെ ഉള്ളിലോട്ട് നോക്കുന്നതിന് ഇപ്പറ ജാനി വണ്ടിയകത്ത് കയറിയിരുന്നു. ഞാൻ ഉള്ളിലേക്ക് നോക്കി ജാനി എവിടെയെന്ന് ചോദിച്ചു തിരിയല്ല വണ്ടി ഇരിക്കുന്ന ഒരാള്. അല്ല അതൊക്കെ
എന്താ കളങ്കമില്ലാത്തൊരു സ്നേഹമാണ്. കാര്യം അവൾക്ക് നൊന്തപ്പോഴത്തേക്ക് ഇവക്ക് എന്ത് ഇവളല്ലല്ലോ അങ്ങനെ കേട്ടോ. ഇവള് ഈ പാർവതിക്കാണ് ഇച്ചിരി നമ്മളോട് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്ന് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. കാര്യം അവള് നമ്മളങ്ങനെ ആരൊന്നും ചെയ്യാനോ പറക്കാനോ എന്നുള്ള സമയത്ത് ചാടി അടിക്കും. ആ ടൈപ്പ് ആട്ടോ. മറ്റുള്ളവർ രണ്ടുപേരും ഇച്ചിരി നീങ്ങി നിൽക്കും. എന്നെ പറച്ചിലിന് എന്റെ അമ്മേനെ തല്ലല്ലേ എന്റെ അത്രയൊക്കെ ഉള്ളു. പക്ഷെ പാർവതി അങ്ങനല്ല, ഇപ്പഴത്തെ കൂടെ ഒന്ന് കോമെന്റ് അടിച്ചിട്ടോ. അപ്പം അങ്ങനെ ഇന്നലെ ജാനീനെ രക്ഷിച്ച ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, കോമഡി. ഇത് ആദ്യമേ ഒന്നും പറയത്തില്ല, പിന്നെ രഹസ്യമായിട്ട് ഇന്നപ്പോ അമ്മയോട് പറഞ്ഞത്, എനിക്ക് ജാനിക്ക് കരയുന്നുണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ കൊണ്ടുവന്നു. സിന്ധമ്മയുടെ കഥ പറഞ്ഞപ്പോ സിന്ധമ്മയൊക്കെ ഒന്ന് ചിരിക്കുക കേട്ടോ. സിന്ധമ്മ എല്ലാത്തിനും കെട്ടി പിറക്കി ഇടുക്കിക്ക് ചെല്ലാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. തത്തമ്മ ചേച്ചി ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ പറ്റുവാണെങ്കിൽ ഈ അവധിക്ക് ഒരു 3-4 ദിവസം ലീവ് എടുത്ത് പോണെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് ചാലക്കുടിക്ക് പോകേണ്ടി വരും. ഞങ്ങൾക്ക് ഉടനെ ഒരു ട്രിപ്പ് വരുന്നുണ്ട്, 3 ദിവസത്തെ പരിപാടി. അപ്പൊ ഞാനും വിച്ചു ചേച്ചിയൊക്കെ കൂടിയിട്ടാണ്, കുറച്ച് ദൂരത്തോട്ടാണ്. അപ്പം അതിന്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോകണം. ഇനിയും ലേറ്റ് ആയാൽ നമ്മള് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പോകേണ്ടി വരും. അയ്യോ എന്റെ കറി കരിയും. ഇന്നലെ നല്ല സൂപ്പർ മൂത്ത ചക്ക ഇട്ടിട്ട് അതങ്ങനെ എന്താ പറയാ ചവണിയൊക്കെ കളഞ്ഞെടുത്തിട്ട് അങ്ങനെ തന്നെ ഇട്ട് പുഴുങ്ങും. നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ? കുരുവൊക്കെ അങ്ങനെ നമ്മൾ തോന്നൊന്നും കാര്യത്തില്ല. അപ്പൊ ഞാൻ സിന്ധമ്മയുടെ കണ്ടപ്പോ സിന്ധമ്മ ഇങ്ങനെ ഞെട്ടി നിൽക്കട്ടെ. അപ്പൊ കുരു കടിക്കില്ലേടി അത് തിന്നുമ്പം. കുരു മാറ്റി വെച്ചിട്ട് നമ്മൾ പൊളിച്ച് അവസാനം തിന്നണം. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചക്കയും ചിക്കനും കൂടി ഇന്നലെ തട്ടിയിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് പോലും അറിഞ്ഞില്ല കേട്ടോ. കട്ടില് കണ്ടത് അതിന് ഓർമ്മയുള്ളൂ. അത്രയ്ക്ക് ഉഷാറായിട്ട് കഴിച്ചു. ഇവിടെ സാധാരണ മറ്റേ നമ്മളിങ്ങനെ ചതച്ചിടില്ലേ, അങ്ങനെ എനിക്കത് പേഴ്സണലി ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ചക്കപ്പുഴുക്കൊക്കെയാണ് ഇഷ്ടം. പക്ഷെ അതിവിടെ കിട്ടാറില്ല. ഇന്നലെ ഞാൻ എന്തായാലും രണ്ടും കളിപ്പിച്ചു, ചിക്കനും മേടിച്ചു, ചക്ക ഇട്ട് റെഡിയാക്കി ഇഷ്ടമാണ് കഴിച്ചു. അപ്പൊ ഞങ്ങള് ഇനി കാപ്പി കുടിക്കട്ടെ. ഇവിടെ വന്നിരുന്നാ കഴിക്കാറ്? ഇവിടെ വന്നിരുന്നാ കഴിക്കാറ്. ഞങ്ങള് വൈകിട്ടാണെങ്കിൽ ഇവിടെ 2 കസാരയുണ്ട്, പിന്നെ ഇവിടെ ഒരു തടിക്കഷ്ണം ഇട്ടുണ്ട്, പിന്നെ ഈ പാതകമുണ്ട്. എല്ലാരും കൂടി ഇവിടെ വന്നിരുന്ന കഴിക്കാം. ഇവിടെ എന്തോ നല്ല വൈബല്ലേ. ഞങ്ങൾ ഇവിടെ ഇരുന്നിരുന്നിരുന്ന് സെറ്റായി. ചൂടാണ് കൈസ്, അകത്തൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ. ഇവിടെ ഇരുന്ന പിന്നെ ഒരു ചെറിയ കാറ്റെങ്കിലും കിട്ടും. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് നല്ല ചിക്കനും ബ്രെഡും കൂട്ടി ബ്രെഡൊക്കെ കഴിച്ച് ചക്കയും ചിക്കനും ഒക്കെ കഴിക്കുമ്പോ എന്താ സുഖം എന്നറിയോ. കഴിക്കട്ടെ, ഞാനും കഴിക്കാം. എന്റെ ചിക്കൻ കറി കണ്ട് പറയല, നല്ല ടേസ്റ്റ്. അത് പൊക്കിയതാണോ തോന്നിയോ? വിച്ചും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. വിച്ചുവിന്റെ ഫുഡും അവിടെ ഉണ്ട്, കഴിക്കാം. എന്റെ കന്യോട്ടൊക്കെ ഇത് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കയ്യിലൊരു അടയാളമൊക്കെ കിട്ടിയിട്ടുണ്ട്. സന്തോഷമായി കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷെ എനിക്ക് ഓരോ സാഹചര്യങ്ങൾ കാരണം അതിങ്ങനെ മുടങ്ങി കിടന്നത് കൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ പോലും നിൽക്കുമ്പോൾ പോലും എനിക്ക് അവർക്കൊരു വോട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വർഷം തൊട്ട് ഞാൻ എൻ്റെ നാട്ടിൽ നമ്മുടെ മാളിയിൽ നമ്മൾ വോട്ട് ചെയ്യുന്നതാണ്. ഭയങ്കര ആഗ്രഹവും 18 വയസ്സായപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് വോട്ട് ചെയ്യണം. കാര്യം ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും ഇന്നത് സാധിച്ചു, ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ വർക്കിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കാൻ വേണ്ടി പോവാം. കാര്യം ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളോട് വർത്താനം പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ജസ്റ്റ് ഞാനിത് പറയണ്ട വിട്ട് കളഞ്ഞതാണ് കേട്ടോ, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ അതും ഇതും നല്ലതും പറഞ്ഞവരുണ്ട്, ചീത്തയും പറഞ്ഞവരുണ്ട്. ചീത്ത പറഞ്ഞവരെയൊക്കെ ഞാൻ അവരുടെ മൈൻഡ് അതാണ്. നമ്മൾ ഒരിക്കലും അവരെ നന്നാക്കാനായിട്ടൊന്നും പറ്റത്തില്ല, ഒരു മനുഷ്യനെ കൊണ്ടും നന്നാക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ചേച്ചിയുടെ വീഡിയോ കണ്ടു, ഷോർട്ട് വീഡിയോ. അപ്പോൾ ആ ചേച്ചിയുടെ കൈ ഇങ്ങനെ പുള്ളിയോ ആക്സിഡന്റ് പറ്റിയോ അങ്ങനെ സംതിങ് എന്തോ പറ്റിയേക്കെന്നാണ് ചേച്ചിയുടെ കൈ. അപ്പം അത് ചൊറി വന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചേച്ചി പോയി കളിയാക്കുകയും, അപ്പം അതിനെ തുടർന്ന് ആ ചേച്ചിയും ഭയങ്കര മാനസിക വിഷമത്തോടുകൂടി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്നു. അപ്പം ചില ആൾക്കാരുടെ മനസ്സിലാണ് ചൊറി, അല്ലാണ്ട് നമ്മൾ ഇപ്പം എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്കും പറഞ്ഞതുകൊണ്ടും അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഞാൻ വന്ന് വീഡിയോ ഇട്ടത്. പക്ഷെ അപ്പം അതിനെയും ഇതാക്കിയിട്ട് ഇത് യൂട്യൂബ് ചാനലല്ലേ, അതല്ലേ ഇതല്ലേ, അപ്പം നിങ്ങൾ ഇത് കേൾക്കണം എന്ന് പറയുന്ന മെന്റാലിറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പൊതുജനം പല വിധമാണ്. പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടിരുന്ന ആ ചേച്ചി വന്നിട്ട് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോയിട്ടുണ്ട്. നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ് വാടയാണ് കോടയാണ് എന്നൊക്കെ പറഞ്ഞ്. ഒരിക്കലും ഭീഷണിപ്പെടുത്തലല്ല, അത്രയ്ക്കും മാനസികമായിട്ട് സഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഒരു കാര്യം വന്ന് ഞാൻ സംസാരിക്കാൻ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വിട്ട് കളയാറാണ് പതിവ്.
അപ്പം അത്രയ്ക്കും അവരെന്നെ പറഞ്ഞു. ഇന്നലെയും അവർ പറഞ്ഞിട്ടുണ്ട് എന്താ എനിക്ക് ബാക്കി എല്ലാം ഇഷ്ടമാണ്, നിന്നെയും നിന്റെ ഫാമിലിനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ വീഡിയോസ് ആദ്യമേ തൊട്ട് കാണുന്നതാണ്, പക്ഷേ നിന്റെ ഭർത്താവിനെ ചോദിച്ച് ബാക്കിയുള്ള എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ ചേച്ചി എനിക്ക് എൻ്റെ ഭർത്താവിനെയാണ് ഏറ്റവും ഇഷ്ടം. കാര്യം ഞാൻ ഇനി മുന്നോട്ടേക്കില്ല, എനിക്കൊരു ജീവിതം ഇല്ല. ഞാൻ സത്യം മരണത്തിന്റെ വാതിക്കെ പോയി നിൽക്കില്ലേ, അവിടുന്ന് തന്നെ റിട്ടേൺ വലിച്ച് എനിക്ക് നല്ലൊരു ജീവിതം തന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭർത്താവ് കഴിഞ്ഞിട്ട് ഈ ലോകത്ത് വേറെ ആരും ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ചേച്ചീനെ പതുക്കെ ഞാനങ്ങ് ബ്ലോക്ക് ചെയ്ത് മാറ്റി നടത്തിയിട്ടുണ്ട്. സത്യം പറയാമല്ലോ ഗൈസ്, ദൈവത്തിനാണ് ബ്ലോക്ക് എന്നുള്ള ഹൈഡ് ചെയ്യാന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. നെഗറ്റീവ് കമന്റ് ഒക്കെ വന്നാലും അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഡിലീറ്റ് ആയി കളയുന്നത്. നമുക്ക് നെഗറ്റീവ് കമന്റ് വരാറില്ല, ഭയങ്കര കുറവാണ് വരുന്നത്. അഥവാ വന്നാൽ തന്നെ ഞാൻ പതുക്കെ അത് ഡിലീറ്റ് ആക്കി കളയുന്നല്ലാണ്ട് ഹൈഡ് ചെയ്യാറൊന്നുമില്ല. പക്ഷെ ഇന്നലെ എന്നോട് കുറേ ഫാമിലി മെമ്പേഴ്സ് എടുത്ത് ചോദിച്ചു, എന്തിനാണ് അമ്മു ഇങ്ങനെ സഹിക്കുന്നത്, അമ്മൂനത് ബ്ലോക്ക് ആക്കി കളഞ്ഞൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നല്ലവളായ അമ്മച്ചി നമ്മുടെ ചാനലിൽ വന്ന് ഡയലോഗ് അടിക്കാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ എനിക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ ദൈവത്തിൻ്റെ അടുത്ത്, ആ ചേച്ചിയുടെ മക്കളൊക്കെ വല്ല കളക്ടർമാരോ ഡോക്ടർമാരോ ഒക്കെ ആവണം. ഇതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചേച്ചി ആ കുഞ്ഞുങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിച്ചു കൊല്ലും. ഞാൻ സത്യമായിട്ട് പറഞ്ഞാണ്, അങ്ങനെയുള്ള അമ്മമാരുണ്ട് ഈ ലോകത്ത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ. കാര്യം നമുക്കൊരു കാര്യം പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചത്തോട്ട് അടിച്ചേൽപ്പിക്കാം. അങ്ങനത്തെ ഒരു സ്ത്രീയാണ് അവർ. അപ്പം അതുകൊണ്ട് അവരുടെ മക്കളൊക്കെ നല്ല നിലയിലാവട്ടെ ദൈവമേ. അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര രൂക്ഷമായിരിക്കും ഏറ്റങ്ങളുടെ അവസ്ഥ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഹാപ്പി വീഡിയോ ഒക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടേതായ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇനിയിപ്പോൾ ഈ വർക്കുകളും തിരക്കുകളും മൈൻഡും ഒക്കെ ഒന്ന് സെറ്റായിട്ട് നമ്മൾ ഒരു യാത്ര പോകുന്നുണ്ട്. അപ്പം അപ്പോഴത്തേക്ക് എല്ലാം ഒന്ന് പ്രിപ്പയർ ആയി നമ്മുടെ ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും ഒക്കെ മാറ്റണം കേട്ടോ. ഇതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അടുത്ത മാസം അനിയത്തിയുടെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മുമ്പ് എനിക്കൊന്ന് ഓക്കെയായി സടുകുടഞ്ഞ് എണീറ്റ് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിൽ ഞാനിപ്പോൾ നിങ്ങളോട് വർത്താനം പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വർത്താനം പറയും, എൻ്റെ വർക്കൊക്കെ അവിടെ കിടക്കും. അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും